2024 അവസാനിച്ച് 2025 വർഷത്തിൻ്റെ തുടക്കമായിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ വർഷമെന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. കാരണം തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വലിയ തോതിലുള്ള തിരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന ഒരു വർഷമായിരുന്നു 2024 എന്ന് പറയുന്നത്. ആ വർഷം തന്നെ 2024 സംസ്ഥാനങ്ങളിൽ ഉടനീളം നടന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് 2024 കോൺഗ്രസിന് എത്ര സീറ്റുകൾ നേടാനായി? ടോട്ടൽ ആ ഒരു തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും തിരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ 2024 നടന്ന BJPക്ക് എത്ര സീറ്റുകൾ നേടാനായി? ഈ ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ കണക്ക് പുറത്തു വരുമ്പോഴത്തേക്കും കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ്, അതായത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. BJP വളരെ വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടമാണ് 2024 നടത്തിയത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2024 കോൺഗ്രസ് വളരെ വലിയ തോതിൽ BJPയെ തോൽപ്പിക്കാനായിട്ട് പോരാടുമ്പോൾ അവിടെ BJP കുതിച്ചുയരുകയാണ് ചെയ്തത്. ഈ പറയുന്ന തരത്തിലേക്ക് അതിൻ്റെ സംഖ്യകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ആ ഒരു തരത്തിൽ നോക്കുമ്പോഴത്തേക്കും അസംബ്ലി തെരഞ്ഞെടുപ്പ് 2024 തിരഞ്ഞെടുപ്പ് BJPയുടെ വിജയവും കോൺഗ്രസിൻ്റെ ആ ഒരു പോരാട്ടങ്ങളും തമ്മിലുള്ള തീവ്രമായ വ്യത്യാസം വെളിപ്പെടുത്തുന്നതാണ് 2024 തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്നത്. വലിയൊരു ഗ്യാപ്പാണ് BJPയും കോൺഗ്രസും തമ്മിലുണ്ടായത്. വിവാദങ്ങളും വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ട് പോലും BJP വിവിധ സംസ്ഥാനങ്ങളിൽ കാര്യമായ വിജയം നേടിയപ്പോൾ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ രാജ്യത്തുടനീളം ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ വർഷം മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഭാരതീയ ജനതാ പാർട്ടി BJP നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകൾ എന്ന ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും പകരം 293 സീറ്റിൽ നിർത്തുകയും ചെയ്തു. എന്നിരുന്നാലും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് 2014 എക്കാലത്തെയും താഴ്ന്ന 44 സീറ്റുകളിൽ നിന്നും 2019 പൊതുതെരഞ്ഞെടുപ്പിൽ 52 സീറ്റുകളിൽ നിന്നും 99 സീറ്റുകൾ നേടിയെടുത്തു. അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലേക്ക് വന്നപ്പോഴത്തേക്കും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് മോശം പ്രകടനം എന്ന് വെച്ചാൽ അതിദയനീയമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. ജാർഖണ്ഡിലെയും ജമ്മു കാശ്മീരിലെയും പ്രാദേശിക സഖ്യകക്ഷികളുടെ കിടിലൻ പ്രകടനത്തോടെ മാത്രമാണ് കോൺഗ്രസിന് അവിടെ ഒരു വിജയം പങ്കിടാനായത് പോലും. മൊത്തത്തിൽ നോക്കുമ്പോൾ, അതായത് കണക്ക് പുറത്തു വരുമ്പോഴത്തേക്കും 2024 സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പ് നടന്ന 963 അസംബ്ലി സീറ്റുകളിൽ BJP നേടിയത് 362 സീറ്റുകളാണ്. അതിൽ തെലുങ്ക് ദേശം പാർട്ടി TDP നേടിയത് 135. കോൺഗ്രസിന് ആകെ കിട്ടിയത് 90 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് നേടിയതായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ. അതായത് 2024 തെരഞ്ഞെടുപ്പിന് പോയ അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം എന്നിവയുൾപ്പെടെ 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോൺഗ്രസ് ഒറ്റയ്ക്കൊന്നും വിജയിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം, മഹാരാഷ്ട്ര, ഹരിയാന എന്നീ 6 സംസ്ഥാനങ്ങളാണ് BJPയും സഖ്യകക്ഷികളും നേടിയത്. എല്ലാ വോട്ടെടുപ്പ് പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു BJP ഹരിയാനയിൽ അധികാരം നിലനിർത്തിയതും. ഹരിയാനയ്ക്ക് ശേഷം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് NCP, SP, ശിവസേന, UBT പരാജയം നേരിടുകയായിരുന്നു. അവിടെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും മോശം സ്കോറാണ് അവിടെ രേഖപ്പെടുത്തിയത്. BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യമാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. കോൺഗ്രസ് സഖ്യകക്ഷിയായിരുന്ന ജാർഖണ്ഡിലും ജമ്മു കാശ്മീരിലും 2 കോൺഗ്രസ് ഇതര കക്ഷികൾ JMMും നാഷണൽ കോൺഫറൻസ് വോട്ടെടുപ്പ് വിജയങ്ങൾക്ക് കരുത്തേകിയിരുന്നു. പ്രബലമായ പ്രാദേശിക സഖ്യകക്ഷികളുടെ വിദൂര ജൂനിയർ പങ്കാളിയായിട്ട് കോൺഗ്രസ് വളരെയധികം പിന്നിലായി എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത്. 2024 നടന്ന 2 പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചെങ്കിലും 59 സംസ്ഥാന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത്. എന്തായാലും ഈ 2024 വർഷത്തിൽ
കണക്കുകൾ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും BJP തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയത് തന്നെയും. അതായത് 963 അസംബ്ലി സീറ്റുകളിൽ BJP 362, തെലുങ്ക് ദേശം പാർട്ടി 135, കോൺഗ്രസ് 90 സീറ്റുകളുമാണ് നേടിയത് എന്നുള്ള ഒരു കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് തന്നെ. അതിൽ തന്നെ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ് അതിൽ നിന്നും നേരിടേണ്ടി വന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 2024 അവസാനിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2024 ഒരു വലിയ തോതിലുള്ള ഒരു ആക്ഷൻ പാക്ക് വർഷമായിരുന്നെങ്കിൽ ഇനി വരുന്ന ഈ 2025 ആകെയുള്ളത് ഡൽഹിയും ബീഹാറും 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമേ ഈ വർഷം നടക്കുകയുള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.